തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പരാതി. സുമയ്യയുടെ സഹോദരൻ ഷീനസാണ് പോലീസിന് പരാതി നൽകിയത്. ശസ്ത്രക്രിയാ പിഴവ് നേരത്തെ അറിയാമായിരുന്നുവെന്നും ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുമായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വിചിത്രവാദം. 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സുമയ്യ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ പിന്നീട് ശ്വാസതടസ്സമുണ്ടായതോടെ മറ്റൊരു ആശുപത്രിയിൽ നടത്തിയ ചികിത്സയിൽ ഗൈഡ് വയർ ധമനിയോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി കണ്ടെത്തി. പിന്നാലെയാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ഡോക്ടർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പം പിന്നെ ഒരു അറിവില്ല, ഡോക്ടറൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ കൊടുത്ത സാറ് പറഞ്ഞു ഇനി സ്വീകരിച്ചിട്ടുണ്ട്, ഇനി തുടർ നടപടി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചികിത്സാ പിഴവ് സംബന്ധിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇട്ടായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ്. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ വെച്ചുള്ളൂ. സംഭവത്തിൽ വിചിത്രവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയാ പിഴവ് നേരത്തെ അറിയാമായിരുന്നുവെന്ന് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് പരാതിയില്ലാതെ തന്നെ അന്വേഷണം നടത്തിയതായി പറഞ്ഞതോടെ അനാസ്ഥ മൂടിവെച്ചത് വ്യക്തമായി. പരാതി ലഭിച്ചാൽ അതും പരിശോധിക്കുമെന്നാണ് വിശദീകരണം. കുടുംബം പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ തുടർ നീക്കം എന്തെന്നത് പ്രധാനമാണ്. മീഡിയ 1 തിരുവനന്തപുരം.